റിപ്പബ്ലിക് പരേഡ് നിരീക്ഷിക്കാൻ കേരളത്തിൽ നിന്നൊരു രാജാവ്. തലപ്പാവ് ധരിച്ച് രാമൻ രാജമന്നൻ. രാജ്യം ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നിന്നൊരു രാജാവ് ചടങ്ങ് വീക്ഷിക്കാനായി അങ്ങ് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. കസവിൽ മുത്തുകൾ തുന്നിയ തലപ്പാവും അധികാരദണ്ഡുമേന്തി ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമലയിൽ നിന്നുള്ള മന്നാൻ സമുദായ രാജാവ് രാമൻ രാജമന്നാനും ഭാര്യ ബിനുമോളുമാണ് ചടങ്ങിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഇതാദ്യമായാണ് ഒരു വനവാസി രാജാവ് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെ പല ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് രാജൻ മന്നാൻ. ഈ സമുദായത്തിൽ നിന്ന് ചടങ്ങിനായി ക്ഷണിക്കപ്പെട്ട ആദ്യ രാജാവാണ് മന്നാൻ. റിപ്പബ്ലിക് പരേഡ് വീക്ഷിക്കാനുള്ള ക്ഷണക്കത്ത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവാണ് രാജാവിന് കൈമാറിയത്. ഈ ക്ഷണക്കത്ത് തനിക്കുള്ള ബഹുമതിയായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇടുക്കി ജില്ലയിലെ 48 സെറ്റിൽമെന്റുകളിലായി താമസിക്കുന്ന ഗോത്രവർഗ വിഭാഗമായ മന്നാനിലെ 300 കുടുംബങ്ങളുടെ തലവനാണ് രാജമന്നാൻ. മന്നാൻ സമുദായത്തിന്റെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും രാജാവിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഈ വിഭാഗക്കാരിൽ ഭൂരിഭാഗം പേരും കർഷക തൊഴിലാളികളായിരിക്കും. വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്നവരുമുണ്ട്. രാജാവിന്റെ നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഇവർ നൽകുന്നത്. ഇവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലെ സവിശേഷത മൂലം പലപ്പോഴും ഈ വിഭാഗത്തിന്റെ ചടങ്ങുകൾ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടാറുണ്ട്. ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ രാജാവിന് പ്രത്യേക സ്ഥാനമുണ്ട്. പരമ്പരാഗതമായി തുടരുന്ന രാജകുടുംബങ്ങളിൽ നിന്നും മരുമക്കത്തായ വ്യവസ്ഥയിലാണ് രാജാവിനെ തെരഞ്ഞെടുക്കുന്നത്. 2012 ആര്യൻ രാജമന്നാന്റെ മരണശേഷമാണ് രാമൻ രാജമന്നാൻ വനവാസി സമുദായത്തിന്റെ ഭരണം ഏറ്റെടുത്തത്. സാമ്പത്തിക ശാസ്ത്ര ബിരുദധാരിയായ രാജമന്നാൻ കർഷകനായി സാധാരണ ജീവിതം നയിക്കുകയാണ്. അദ്ദേഹത്തിന് രാജകൊട്ടാരമോ രഥമോ ഇല്ല. ചെറിയൊരു വീട്ടിലാണ് താമസം. കുടുംബത്തോടൊപ്പം ഒരു പ്രാദേശിക ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ നോക്കി നടത്തുന്നതും രാമൻ രാജമന്നാനാണ്.